ഏറ്റവും ശ്രദ്ധേയമായി നമുക്കറിയേണ്ടത് നമ്മുടെ നാട്ടിലെ ആഘോഷം എങ്ങനെയുണ്ട് എന്നതാണ്. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. പുതുവത്സരത്തെ വരവേൽക്കാൻ കേരളവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോവളവും ഫോർട്ട് കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങൾ ആഘോഷ തിമിർപ്പിലേക്ക് വീഴാൻ ഇനി മണിക്കൂറുകൾ. തിമിർപ്പിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ കോവളത്ത്, ഫോർട്ട് കൊച്ചിയിൽ, കോഴിക്കോട് ഇവിടെയൊക്കെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ എത്തുന്ന ദിവസമാണിന്ന്. ചെറിയ കുട്ടികളും ആളുകളൊക്കെ കൂട്ടമായി എത്തുന്നതാണ്. സന്തോഷത്തിൻ്റെ ഒരു രാവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഭാഗമായിട്ടുള്ള സുരക്ഷയും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. വിപിൻ സി വിജയൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തയ്യാർ. വിപിൻ, ഗുഡ് ഈവനിങ് വിപിൻ. വിപിന്റെ ഒരു ആവേശവും സന്തോഷമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഫോർട്ട് കൊച്ചിയുടെ ഒരു ഓളം അതെനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും പ്രൊഫഷണൽ ലൈഫിലെങ്കിലും വിപിൻ അത് ആസ്വദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആവേശത്തോടു കൂടി തന്നെ അവിടെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ആഘോഷങ്ങൾ. അവിടെ ഒരു ഇറ്റാലിയൻ മാതൃകയിലുള്ള പാപ്പാനിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ട്രീയും മഴമരവും ഒക്കെ ഇത്തവണത്തെ ആകർഷണമാണ്. വിപിൻ, ഗുഡ് ഈവനിങ് സ്മിത, റീജിത്ത്. ആ ഒരു ഫോർട്ട് കൊച്ചിയുടെ ആവേശം മുഴുവൻ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ന്യൂ ഇയർ വൈബിലേക്ക് ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. ഇവിടുത്തെ പാപ്പാഞ്ഞിയൊക്കെ നമുക്ക് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഇതാ കാസർഗോഡ് ഒരു ടീം അല്ലെ? കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് കാഞ്ഞങ്ങാട്. ആദ്യമായിട്ടാണോ ഇപ്പൊ കൊച്ചി? അല്ലപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നിന്. എല്ലാ പ്രാവശ്യവും ഈ ന്യൂ ഇയർ ആവുമ്പോ ഫോർട്ട് കൊച്ചി വരുമോ? എല്ലാ പ്രാവശ്യമായിട്ട് വരില്ല. ഞങ്ങൾ ഗൾഫിലാണ്. അപ്പൊ ഇന്ന് ലീവ് കിട്ടി. അപ്പൊ എല്ലാവരോടും വന്ന്. അതെ, പറയാൻ വാക്കുകളില്ല. എന്താണെങ്കിൽ ഞാൻ പറയുന്നു 2 സമയം ആക്കി തരാൻ പറയണം. ഒന്ന് 12 മണിക്കും 1 മണിക്കും ഈ പാപ്പച്ചിനെ കത്തിക്കുന്നത്. എന്നാൽ 2 കവർ ആവുമല്ലോ. കുറയുവാണല്ലേ? എവിടെ പോകണമെന്ന് അറിയുന്നില്ല. സെൻട്രലായി പോയി ആ ഒരു കൺജസ്റ്റബിൾ ഇല്ല. വേറെ ഇത് ഇല്ല. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇതേച്ചാലോ കാസർഗോഡത്തെ ടീമാണ് ആ കണ്ടത്. ഇതുപോലെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു ഒഴുക്കാണ്. ഒരു 4 മണിക്കോ 5 മണിക്കോ ഒക്കെ കുറച്ച് ആളുകളുടെ ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. ഒരു സമുദ്രം കണക്കെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച. DJക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആദ്യം DJ തുടങ്ങും. പിന്നീട് മറ്റ് ഇവിടെ കലാപരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് പിന്നീടാണ് ഇതാ ഇപ്പോൾ നമ്മുടെ പാപ്പാഞ്ഞി കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ആ കാഴ്ച കൂടി ഒന്ന് കാണണം. ഇപ്പോൾ പോർച്ചുഗീസ് ഭാഷയിൽ അപ്പൂപ്പൻ എന്നുള്ളതാണ്, മുത്തച്ഛൻ എന്നുള്ളതാണ് നമ്മുടെ പപ്പാഞ്ഞി എന്നുള്ളൊരു അർത്ഥം. കോട്ടും സൂട്ടൊക്കെ ഇട്ട് ആള് തയ്യാറായി കഴിഞ്ഞു. 12 മണിക്ക് നമ്മൾ കത്തിക്കും. പോയ വർഷത്തെ എല്ലാ പരിഭവങ്ങൾ, 2025 പരിഭവങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഈ അഗ്നിക്കിരയായി 2026 ഒരു ഗംഭീര വർഷമാകട്ടെ, ഒരു അടിപൊളി വർഷമാകട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ ആഘോഷിക്കും. നമ്മൾക്ക് ഏറ്റവും നല്ലൊരു മനോഹരമായൊരു വർഷം തന്നെ ആകട്ടെ. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പപ്പാഞ്ഞി നിൽക്കുന്നത്. പപ്പാഞ്ഞിയിലൂടെ എല്ലാം അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നത്. എവിടുന്നാ നിങ്ങൾ? എവിടുന്ന? കൊച്ചി തന്നെയാണ്. കുറെ ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ടല്ലേ? അതെ, എല്ലാവരെയും ഈ സഭയിൽ വെച്ച് കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതല്ലേ, എല്ലാവരെയും കാണാൻ സാധ്യപ്പെടും. അതെ, തീർച്ചയായിട്ടും. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. അപ്പോൾ കൊച്ചിക്കാരൊക്കെ ഇതിന്റെ ഇടയിൽ കൊച്ചിക്കാർ കൂടി ഉണ്ട്. അവരും ഈ കാഴ്ചകളൊക്കെ കാണുവാണ്. ചേട്ടൻ എവിടുന്നാ? ഫോർട്ട് കൊച്ചി ടീമാണ്. ഹാപ്പി ന്യൂ ഇയർ മോളെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ? കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ ഒരു തിരക്ക് കുറച്ച് കൂടുതലുണ്ടോ? തിരക്ക് കുറവാണ്. പക്ഷെ അതിൻ്റെ ഇവിടുത്തെ സജ്ജീകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഗതാഗത നിയന്ത്രണമൊക്കെ നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. ആ 4 വീലൊന്നും കടത്തി വിടണില്ല. അതുകൊണ്ട് അതിൻ്റെ ഇതൊക്കെ സുഖമായിട്ടുള്ള ഇതൊക്കെ അനുഭവം ഉണ്ട് ഇപ്പം. അതാണ് നമ്മളപ്പോൾ ആ സുരക്ഷയെക്കുറിച്ച് കൂടി പറയണം. 1200ഓളം പോലീസുകാരുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ 7 മണിക്ക് 5 മണി വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി 7 മണിയോട് കൂടി മറ്റ് ഈ വാട്ടർ മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നിർത്തും. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് വേണ്ടി സ്വന്തം വാഹനങ്ങളിൽ വരികയാണെങ്കിൽ തന്നെ തിരക്ക് കൂടുതലാവുകയാണെങ്കിൽ അത് ആ തോപ്പുംപടി ഭാഗത്ത് വെച്ച് തന്നെ നിയന്ത്രിക്കും എന്നുള്ളത് കൂടിയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ പോകുന്നതിന് വേണ്ടി കേരളത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായ ആഘോഷം നടക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി. കൊച്ചിയാണ് അതിൽ തന്നെ പ്രധാനം. ഫോർട്ട് കൊച്ചിയാണ്. അവിടെ മാത്രം ആഘോഷം ഒതുങ്ങി നിൽക്കില്ല. കൊച്ചിയിലുള്ള ഒരുപാട് ആഡംബര ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ നേരത്തെ തന്നെ ബുക്കിംഗ് തുടങ്ങി. മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടെയുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട്. അതുപോലെ ഈ വലിയ മാളുകളിൽ പ്രത്യേകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയുമൊക്കെ അങ്ങനെ കൊച്ചി മുഴുവൻ ആഘോഷങ്ങളുടെ ഒരു പരമ്പര. നേരത്തെ ജിഷ്ണു രവീന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ആഘോഷത്തിലേക്ക് നീങ്ങുകയല്ലേ വിപിൻ?
അത് രജിത്തെ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ആ ഒരു പുതുവത്സരത്തിന്റെ സന്തോഷം ഒരു കൊച്ചിയിലേക്കുള്ള ആളുകളുടെ ഒരു വരവൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കാരണം അതിൽ ഏറ്റവും ആദ്യം ഈ ക്രിസ്മസിന്റെ അന്ന് വൈകുന്നേരമാണ് മഴമരം, അതായത് നമ്മുടെ വെളി ഗ്രൗണ്ടിലുള്ള മഴമരത്തിൽ ലൈറ്റ് ഓണാക്കുന്നത്. ആ ലൈറ്റ് കത്തി നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. അത് കണ്ടിട്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന്, ഒരു പക്ഷേ കേരളത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ ആ കാഴ്ച കാണുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ജനസമുദ്രം എന്ന് തന്നെ പറയാമായിരുന്നു ഈ വെളി ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരുക്കത്തെ, അവിടെ ഉണ്ടായിരുന്ന കാഴ്ച കാണാനെത്തിയ ആളുകളെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ പരേഡ് ഗ്രൗണ്ടിൽ ലൈറ്റ് ഇട്ടിരിക്കുകയാണ് രജിത്ത്. ഓക്കെ, അപ്പോൾ അത്രയും ആളുകൾ ആ സമയങ്ങളിലൊക്കെ എത്തിയിരുന്നു. അവിടെയൊക്കെ ഒരു സുരക്ഷയും പോലീസ് ഒരുക്കിയിരുന്നു. ഒപ്പം മറ്റ് ആഡംബര ഹോട്ടലുകളൊക്കെ സംബന്ധിച്ച് അവിടേക്ക് DJ പാർട്ടികൾ, അവിടെ പ്രത്യേകമായിട്ടുള്ള പാർട്ടികളും ഈ പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഏകദേശം 2.5 ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ഈ 2 പപ്പാഞ്ഞുകളെ കത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ സ്പ്ലിറ്റായി ഈ വെളി ഗ്രൗണ്ടിലും ഞാൻ ഈ നിൽക്കുന്ന പരേഡ് ഗ്രൗണ്ടിലേക്കുമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ അത്തരത്തിലൊരു ഒരുമിച്ച് ആളുകൾ ഇറങ്ങുന്നതിൻ്റെയൊക്കെ ഒരു പ്രയാസം ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതുകൂടി പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിലേക്ക് തന്നെ ആകട്ടെ, വളരെ സുഗമമായും സന്തോഷമായും പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾ അത്രയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ന്യൂ ഇയർ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ച് എപ്പോഴും ആ ഒരു ഓളം ഉള്ളത്. അത് ഇപ്രാവശ്യം ഉണ്ട്. ഇതാ നമ്മുടെ യൂത്ത് ടീമുകളൊക്കെ അതിനകത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എവിടുന്നാ പറ? മലപ്പുറം എവിടെ? മലപ്പുറം പെരുന്തൽമണ്ണ. ഞാനും പെരുന്തൽമണ്ണ. നമ്മൾ ആദ്യമായിട്ടാണോ കാണുന്നത്? അതെ ആദ്യമായിട്ടാണ്. ഇപ്പൊ പഞ്ഞിയെ കത്തിക്കുന്നത് കണ്ടിട്ടില്ല? ഇല്ല കത്തിച്ചില്ല. ഞാനും കണ്ടിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അതെ അതെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, പെരുന്തൽമണ്ണക്കാരനാണ്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരുമിച്ച് വന്നാണ്, ആ ടീമിന്റെ കൂടെ ഒരുമിച്ച് അങ്ങനെ എത്തിയതാണ്. പിന്നെ ആ മഴമരത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ മഴമരം അങ്ങനെ വർണ്ണാഭമാവും. അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് അത്രയും വൈറലായിരുന്നു. അത്ര മനോഹരമാണ്. അത് ഇത്തവണ പുതുതായിട്ടുള്ള ഒരു കാര്യമാണ്. നിറങ്ങൾ അതങ്ങനെ വർണ്ണച്ചാർത്തുകളോടെ നിൽക്കുന്ന ഫോർട്ട് കൊച്ചിക്ക് കൂടുതൽ ശോഭ പകരുകയാണ് ഈ മഴമരം. അതോടൊപ്പം തന്നെ നിറഞ്ഞു നിൽക്കുക. അതോടൊപ്പം തന്നെ ഇത്തവണ ബിനാലെ ഉള്ളത് കൊണ്ട് തന്നെ ലോകമെമ്പാടും നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ, അതായത് ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവിടെ ഇടം പിടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇത്തവണ അവരുടെ പുതുവർഷാഘോഷം ഫോർട്ട് കൊച്ചിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ആ രീതിയിലും ഇത്തവണത്തെ ഫോർട്ട് കൊച്ചിയിലെ പുതുവർഷം ആഘോഷം അതിന് നിറം കൂടുകയാണ്, ശോഭയേറുകയാണ്. ആ മഴമരത്തെ കുറിച്ച് കൂടെ ഒന്ന് പറയാൻ തോന്നുന്നു വിപിൻ. അതിന് ഇപ്പോ അല്പസമയത്തിനകം കത്തുമോ അതൊക്കെ? അതെ, അല്പസമയത്തിനകം തന്നെ ആ മഴമരം അതിലെ ലൈറ്റുകൾ ഓണാക്കും. അത്രമേൽ അത് സുന്ദരമാണ്. ആ കാഴ്ച കണ്ട് ഇരിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ന്യൂ ഇയറിന്റെ ഒരു അടയാളമാണ് എന്ന് പറയാം, ഒരു സൈനാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഒരൊറ്റ കാഴ്ച കാണുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയും നമ്മോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിന് കൂടെയാണ് ഇപ്പോൾ ആളുകളെ ആദ്യം ഈ പുതുവത്സരത്തിന് മുൻപായി ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മഴമരം. മഴമരത്തിലൊക്കെ ആ ലൈറ്റുകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും അതും മൊത്തം ഒരു വർണ്ണമരം എന്ന് പറയാവുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ ഒരു 5 ദിവസമായിട്ട് ആ കാഴ്ച ഇവിടെയുണ്ട്. ഇന്നിപ്പോൾ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട അത് കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെയായി ആളുകൾ അവിടേക്ക് കൂടുതലായും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ വിദേശികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സമയമാണ്, ബിനാലെയുടെ ഒരു സമയമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ആഘോഷം കൂടി ഇപ്രാവശ്യം ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഈ 2 സ്ഥലങ്ങളിലും അവർക്കായി പ്രത്യേക പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. വിദേശികൾക്ക് സൗകര്യപൂർവ്വം അത് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ലൈറ്റൊക്കെ ഒന്ന് തെളിയട്ടെ, കൂടുതൽ കളർഫുൾ ആവട്ടെ. നമുക്ക് വിപിൻ സി വിജയനിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പോകാം. ആ ദൃശ്യങ്ങൾ കൂടുതൽ മനോഹരമായി മാറുന്ന ഒരു നിമിഷമുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഫോർട്ട് കൊച്ചി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് അവിടെ ഈ പാപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടി ഒന്ന്. മറ്റൊന്ന്, ഈ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഒരു സ്ഥലത്ത് ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ തന്നെ ആഘോഷത്തിന്റെ പൊലിമയും സൗന്ദര്യവും എത്രത്തോളമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കാണാത്ത ആളുകളുണ്ട്. അതെ, ചില സന്ദർഭങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഇത്തവണ എന്തായാലും കൃത്യമായി സുരക്ഷാ സജ്ജീകരണങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകം പറയാനുള്ളത്, ആഘോഷ തിമിർപ്പിനിടയ്ക്ക് അത് മറന്നു പോകരുത്. സുരക്ഷ അത് തിക്കും തിരക്കിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം. കാരണം നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒട്ടും പൊലിമ കെടാൻ പാടില്ല, ശോഭ കെടാൻ പാടില്ല. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക്
ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ തന്നെ അവിടെ ഈ ഗതാഗത നിയന്ത്രണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് ഇല്ല, അതെ, പാർക്കിംഗ് പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് നടക്കേണ്ടി വരും. പക്ഷേ ഇന്നത്തെ ദിവസം അതും ആഘോഷത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി കുറച്ച് നടക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.